നമസ്കാരം. ഞാൻ സതിദേവി മേനോൻ. 2025 മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ നാളെ ആഘോഷിക്കാൻ പോവുകയാണ് ലോകമെമ്പാടും. സമൂഹത്തിലെ ഓരോ മാറ്റങ്ങളുടെയും പിന്നിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമാണ്. അമ്മയായും, സഹോദരിയായും, സുഹൃത്തായും, ഭാര്യയായും, നേതാവായും സ്ത്രീ സമൂഹത്തിൽ തിളങ്ങി നിൽക്കുന്നു. പണ്ടുകാലത്ത് സ്ത്രീകൾക്ക് അധികം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഏതൊരു കാര്യത്തിലും, വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയിലായാലും. പക്ഷേ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് അധികം പ്രോബ്ലം ഇല്ല. അവര് അവരുടെ കരിയറാണ് ആദ്യം സേഫായിട്ട് കൊണ്ട് നടക്കുന്നത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 20-21 വയസ്സാവുമ്പോഴേക്കും പാരൻസ് പെൺകുട്ടികളുടെ കല്യാണം ഉറപ്പിച്ച് അതാണ് അവരുടെ ലാസ്റ്റ് ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കല്യാണമാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. കുറെ പേര് ജോലിക്ക് പോയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചധികം പെൺകുട്ടികൾ പഠിച്ച് PG വരെ പഠിച്ച്, ഡിഗ്രി ആയാലും PG ആയാലും പഠിച്ച് കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. പിന്നെ അവരുടെ ഫാമിലിയുടെ ഒപ്പം അടുക്കളയിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബോംബെയിൽ 3-4 ഫ്രണ്ട്സിനെ നന്നായിട്ട് അടുത്തറിയാം. അവര് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കുട്ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു ബോംബെയിൽ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൊതുവെ പെൺകുട്ടികൾ കുറവാണ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടി നന്നായി പഠിച്ചിരുന്ന കേരളയിൽ പഠിച്ചിരുന്ന, എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ബോംബെയിൽ വന്നത്. അപ്പോൾ ഞാൻ ഈ കുട്ടിയൊക്കെ കാണുമ്പോൾ ഇന്നും ആശിക്കും, അയ്യോ എന്തൊരു ഭാഗ്യാലേ, എന്നും ജോലിക്ക് പോവാം. അപ്പൊ ജോലിക്ക് പോയിട്ട് മക്കള് ഡാൻസ് ക്ലാസ്സിൽ വരുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട് ഇവരെയൊക്കെ. അപ്പൊ ഒരു ദിവസം നല്ലപോലെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല സുഖാലേ ജോലിക്ക് പോവാൻ, എന്ത് കാര്യം, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാം, നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുമല്ലോ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി കണ്ണ് നിറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്, സതി അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പൊ പറഞ്ഞു, സാലറി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാലറി ഹസ്ബൻഡിന്റെയും അവരുടെയും ജോയിന്റ് അക്കൗണ്ടാണ്. ആ സാലറി അങ്ങനെ തന്നെ ബാങ്കിൽ പോകും. 1 രൂപ പോലും എനിക്ക്, അതായത് ആ കുട്ടിക്ക് ഫ്രീ ആയിട്ട് എടുത്ത് ചെലവാക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അമ്മയുണ്ട്, നാട്ടിലെ അമ്മയുണ്ട്. അമ്മയ്ക്ക് എത്രയായാലും അമ്മയല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാ മാസവും കൊടുക്കണമെന്ന് ആശയുണ്ടാവും. പക്ഷെ എനിക്ക് പറ്റാറില്ല. അപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അത് കേട്ടപ്പോ. ഇത്രയും വലിയൊരു ജോലി ഒക്കെ ഉണ്ടായിട്ട് എന്ത് പറ്റി ഇവർക്ക് എന്നുള്ളൊരു തോന്നല്. അപ്പോ ആ കുട്ടി പറഞ്ഞു, പിന്നെ എനിക്ക് എന്താ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിനേഷൻ നടക്കുമ്പോൾ പേപ്പർ വാല്യുവേഷൻ ഉണ്ടാവും. പേപ്പർ വാല്യുവേഷനിൽ ഓരോ പേപ്പറിനും ഇത്ര പൈസ എന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്പർ ഓഫ് പേപ്പേഴ്സ് നോക്കി ആ കുട്ടിക്ക് കുറച്ച് പൈസ കിട്ടും. ആ പൈസ ഞാൻ അങ്ങനെ തന്നെ എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ജോലി ഉണ്ടായാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. പണ്ടത്തെ കാര്യം പറയുന്നത്, ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോ അപ്പോഴും ഫ്രീഡം ആണുങ്ങൾ കൊടുത്തിട്ടില്ല. ആ സ്ത്രീ പാവം എന്തൊക്കെ ചെയ്യണം, കാലത്ത് എണീക്കുന്ന 2 മക്കളുണ്ട്, സെർവൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ എന്തൊക്കെ പണികളുണ്ടാവും, കുട്ടികളെ ബേബി സെറ്റിങ്ങിലാക്കണം, കുട്ടികൾക്ക് സ്കൂളിലുള്ള ഡബ്ബ എല്ലാം റെഡിയാക്കി ഭർത്താവിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് വേണം ഈ കുട്ടിക്ക് ജോലിക്ക് പോകാൻ. അപ്പൊ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ആ കുട്ടിക്ക് ഒരു ഫ്രീഡം ഇല്ല എങ്കിൽ നമ്മൾ ജോലി എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികള് വളരെ, അവരുടെ എന്താ പറയാ, ഇതൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് അവർക്ക്. ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേഗം സെറ്റിൽ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ സമ്മതിക്കില്ല. അവരാദ്യം അവരുടെ ജോലി ശരിയാക്കും, ഏറ്റവും നന്നായി പഠിച്ച് നല്ലൊരു ജോലിയിൽ കയറി അവര് ആലോചിക്കും കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. അവർക്ക് ഫ്രീഡം ഉണ്ട്, നമ്മൾ ആരെയും നിർബന്ധിച്ച് ഓരോന്നും ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും ഇത്രയും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പോലും അവിടെയും വളരെയധികം ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരു ആണ് ഒരു പെണ്ണ് എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ. അത് കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും അമേരിക്കയിലായാലും ആ ഒരു വ്യത്യാസം ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ഈക്വൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ സ്റ്റേറ്റസ് തന്നെ വേണം.
എത്രയോ സ്ത്രീകള്, അതായത് ഗ്രാൻഡ് പാരൻസ്, അവർക്ക് പല പല ആശകളാണ്. ആശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ പലതും ചെയ്തു കഴിഞ്ഞിട്ട് അവരുടെ ഈ ലാസ്റ്റ് സ്റ്റേജാണ് ഗ്രാൻഡ് പാരൻസിന്റെ. അത് ആ സമയം ഇപ്പം മരണയെല്ലാം ഞാൻ മീൻ ചെയ്യണേ. അവർക്ക് എന്തൊക്കെ ആശകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇനിയും എൻജോയ് ചെയ്യണം, എവിടെയൊക്കെ പോകണം, ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങി നടക്കണം, അങ്ങനെയൊക്കെ ഓരോ ആശകളുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളും സ്മാർട്ടാണ്. അവരെന്താ ചെയ്യണേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിയെ ഗ്രാൻഡ് പാരന്റിനെ ഏൽപ്പിച്ചിട്ട് അവര് ജോലിക്ക് പോകും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയെ നോക്കലും വീട്ടിലെ ജോലി, ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം ഈ ഗ്രാൻഡ് പാരന്റിന്റെ ജോലികളാണ്. പിന്നെ ജോലി കഴിഞ്ഞ് ഈ മോള് അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് ആ കുട്ടിയും പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുട്ടി പിന്നെ ടയേർഡായി. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്ത്രീകൾ നോക്കണം. ഇനിയുള്ള സമയങ്ങൾ നമുക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വിചാരിച്ചത്. എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിനെ അറിയാം ബോംബെയില്. അവർക്ക് ഭയങ്കര ആശയായിരുന്നു നാട്ടിൽ വന്ന് താമസിക്കണം, കുറച്ചിങ്ങനെ എത്രയായാലും. ഇപ്പൊ എനിക്കൊക്കെ ഉണ്ടായിരുന്നു, 33 കൊല്ലം ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഇരിക്കുമ്പോൾ നാട്ടിൽ വന്ന് താമസിക്കണം, ജനിച്ചു വളർന്ന നാടല്ലേ, അവിടെ വന്ന് താമസിച്ച് പലതും നാട്ടിലത്തെ ഒരു ജീവിതം ഭയങ്കര ആശയായിരുന്നു, ഇഷ്ടമായിരുന്നു. അപ്പോ എന്നിട്ട് ആ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ മകള് ജോലിക്ക് പോകും. അപ്പൊ ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്നു, രണ്ട് കുട്ടികളെയും ഏൽപ്പിച്ചിട്ട് അവര് പോകും. അപ്പൊ അവരുടെ ആ ഓൾഡ് ഏജ് അവിടെ തന്നെയായിരുന്നു. ഒരു ദിവസം കുട്ടികളെ ഇങ്ങനെ ധൃതിയിൽ കുളിപ്പിച്ച് ബാത്റൂമില് ഇങ്ങനെ ഒന്ന് സ്ലിപ്പായതാ, ആ സ്പോട്ടില് അവിടെ വീണ് മരിച്ചു. അപ്പോൾ ഓരോ സ്ത്രീകളും, ഞാൻ ഇപ്പോഴും പറയുന്നു, ഓരോ സ്ത്രീകളും അവർക്ക് ഈ സമയത്ത്, പണ്ട് അവര് ഇത്രയും സഫർ ചെയ്തു, ഞാൻ വീട്ടു ജോലി എടുത്തു എല്ലാം എടുത്തു എന്ന് പറയുന്നതിലും ഭേദം ഇപ്പോഴെങ്കിപ്പോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എൻജോയ് ചെയ്യാൻ പഠിക്കണം, റിലാക്സ് ചെയ്യാൻ പഠിക്കണം, ഫ്രണ്ട്സിന്റെ ഒപ്പം പോകണം, എന്താണ് ജീവിതം എന്ന് കാണണം. അല്ലാണ്ട് ഇപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് അവരുടെ ലൈഫ് കളയാനുള്ളതല്ല. സ്ത്രീകൾക്ക് എപ്പോഴും ഫ്രീഡം വേണം. ഫ്രീഡം ഇല്ലാണ്ട് അവരെ വീട്ടിൽ തന്നെ ഇരുത്തി എവിടെയും പോകരുത്. ഇപ്പൊ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. അവരുടെ ഫ്രണ്ട് എങ്ങനെയാ വെച്ചാൽ ഹസ്ബൻഡിന്റെ ഒപ്പേ പോവാൻ പാടുള്ളൂ, ഹസ്ബൻഡിന്റെ ഒപ്പേ സിനിമയ്ക്ക് പോവാൻ പാടുള്ളൂ, അല്ലാണ്ട് എവിടെയും പോവാൻ പാടില്ല. അപ്പൊ എന്താ ഒരു ഫ്രീഡം അല്ലേ? ഈ ഒരു പ്രായത്തിലും നമുക്ക് ഫ്രീഡം ഇല്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ അതിലെന്തർത്ഥമല്ലേ? അപ്പോ ഏതൊരു സ്ത്രീക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫ്രീഡം, അതേസമയം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഒരാളെ കണ്ടു, ആൾക്ക് ഒരു 100 രൂപ എടുത്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ ഭർത്താവിന്റെയോ മക്കളുടെയോ മുമ്പിൽ അയ്യോ 100 രൂപ തരൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നതിലും ബെറ്റർ എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. ഏത് ഒരു പ്രായത്തിലും അത് നിർബന്ധമായിട്ടും വേണം. അത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാൽ തന്നെ സ്ത്രീകൾ സ്ട്രോങ് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെയാണ് കണ്ടേക്കുന്നത്. പൈസ വലിയൊരു ഫാക്ടർ തന്നെയാണ് കേട്ടാ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെല്ലുമ്പോഴും സ്ത്രീകൾക്ക് സെക്യൂരിറ്റി ആവശ്യമാണ്. ഇത്ര പ്രായമായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ പോലും നമുക്കൊരു സെക്യൂരിറ്റി ഇല്ല. എത്ര പ്രായമായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആണുങ്ങള് എപ്പോഴും ഒന്ന് ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് എപ്പോഴും ഉണ്ടാവും. എല്ലാവരും എല്ലാം ഞാൻ മീൻ ചെയ്യുന്നത് സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേ മാർച്ച് 8, 2025 എല്ലാ സ്ത്രീകൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ, അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവട്ടെ, കിട്ടട്ടെ, എല്ലായിടത്തും ഈക്വൽ സ്റ്റേറ്റസ് കിട്ടട്ടെ. അപ്പോൾ ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ള ആഗോള തീം സക്സസ്ഫുൾ ആവട്ടെ. വേഗം എല്ലാ പ്രവർത്തനങ്ങളും സ്ത്രീകൾക്ക് ആവശ്യമുള്ള നിയമങ്ങളും നീതികളും എല്ലാം വേഗത്തിൽ നടപ്പിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ബൈ. താങ്ക് യു.